അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ ഫൈനൽ പാർട്ട്. നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കയറി കാണുക. അന്ന് ഈവനിങ് തന്നെയാണ് ചെക്കൻ്റെ വീട്ടിൽ റിസപ്ഷൻ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആയപ്പോഴാട്ടോ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തുന്നത്. ചെന്ന പാടന്നെ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രേപ്പ് ജ്യൂസാണ് കുടിച്ചത്. പിന്നെ ഒരു വാട്ടർ മെലണും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെത്തിയപ്പത്തിന് പെണ്ണൊക്കെ മാറ്റി ഒരുങ്ങി സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ഡ്രസ്സ് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഒരു അറബിക് ലുക്ക് വരുന്നൊരു ടൈപ്പ്. എന്താ അവളുടെ സിസ്റ്ററാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം രണ്ടാളും സെയിം കളറായതുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞിട്ടതല്ലേ ഈ കളറെന്ന്. അതുകൊണ്ടാണ് കേട്ടോ അവർ ചിരിക്കണത്. പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, എല്ലാവരും വരുന്നൊരു ടൈം ആയിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വിട്ട്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ കടികളും ഉണ്ടായിരുന്നു, റൈസ് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരു നമ്മളെ മുന്നിൽ തന്നെ വെച്ചുണ്ടാക്കുകയാണ്, ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പത്തിരിയും പൊറാട്ടയും വെള്ളപ്പം ഉണ്ടായിരുന്നു. പിന്നെ ബീഫ് മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറിയും ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബീഫ് ഐറ്റംസിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പത്തിരിയും ചിക്കൻ കൊണ്ടാട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സൈഡ് ഐറ്റംസ് കഴിക്കാൻ പോയിട്ടോ. സൈഡ് ഐറ്റംസ് ആയിട്ട് നമുക്ക് ജിലേബി ഉണ്ടല്ലോ, നമ്മളെ ചൂട് ജിലേബി ഉണ്ടായിന്, അതുണ്ടായിന്. പിന്നെ പോപ്കോൺ ഉണ്ടായിന്. പോപ്കോണിൻ്റെ അവിടെ മാത്രമാണ് കേട്ടോ അധികം തിരക്കുണ്ടായിരുന്നത്. കാരണം ജിലേബിനോടൊന്നും ആർക്കും വലിയ താല്പര്യമില്ല തോന്നുന്നു. പോപ്കോണിൻ്റെ അവിടെ ഫുൾ കുട്ടികളായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ എനിക്കും കിട്ടി ഗൈസ്. പക്ഷേ അതുൻ്റെത് കഴിഞ്ഞപ്പത്തിന് ഓന ഇന്ത്യക്ക് ഒന്ന് മേടിച്ചു ഗൈസ്. പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങളൊരു 7:30 ആയപ്പത്തിന് വീട്ടിലെത്തി ഗൈസ്.